നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാസറിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മുടെ ഗ്രൂപ്പുകളിലും മീഡിയാസിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. സോ എന്താണ് വാസറിക്സിൻ്റെ ഈ ഒരു ഇഷ്യൂ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാനായിട്ട് പോകുന്നതും എന്താണ് വാസറിക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്തകളെന്നും, നിങ്ങൾ വാസറിക്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണ് അടിയന്തരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. സോ വാസറിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വാർത്തകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. ഒരു 2790 കോടി രൂപയുടെ മണി ലോണ്ടറിങ് വാസറിക്സ് നടത്തി എന്നുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു കേസല്ല. 2021 EDയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ അവർ ട്വീറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. അതായത് ഈ 2790 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ED ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയിട്ടുള്ള വാസറിക്സിന് ഒരു നോട്ടീസ് അയക്കുകയുണ്ടായി. അത് 2021 നടന്നിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്തകൾ മീഡിയാസിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പങ്കജ് ചൗധരി എന്ന് പറയുന്ന മിനിസ്റ്റർ രാജ്യസഭയിൽ കൊടുത്തിട്ടുള്ള ഒരു റിട്ടേൺ റിപ്ലൈയിൽ ഈ കാര്യങ്ങൾ അയാൾ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അതായത് The ED is investigating 2 cases related to cryptocurrency against WazirX under the provisions of Foreign Exchange Management Act 1999. He said in a written reply to the രാജ്യസഭ. ശരിക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുൻപേ വരെ വാസറിക്സിൽ നിന്നും ബൈനാൻസിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ബൈനാൻസിൽ ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് INR വാസറിക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ആ ഫണ്ട് നമ്മൾ ബൈനാൻസിലേക്ക് മാറ്റും, എന്നിട്ട് അവിടെയായിരുന്നു നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ നിന്നും ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളിലേക്ക് ഒരുപാട് ഫണ്ട് ഒഴുകാനായിട്ട് തുടങ്ങി. സോ അത് തന്നെയാണ് ED ഇത്തരത്തിലുള്ളൊരു നോട്ടീസ് വാസറിക്സിന് അയക്കാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. എന്നാൽ വാസറിക്സിൻ്റെ CEO ആയിട്ടുള്ള നിശ്ചൽ ഷെട്ടി പറയുന്നത് കൃത്യമായിട്ടുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ, ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള റെക്കോർഡും കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഒരു വർഷം മുമ്പ് അയച്ചിട്ടുള്ള ഈ ഒരു നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് പൊന്തി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ അതിനിടയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ആൻഡ് വാസറിക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബെയർ മാർക്കറ്റാണ്, ഒരുപാട് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ പൂട്ടിപ്പോകുന്ന സമയമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരികയോ അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ പേ ചെയ്യാനായിട്ട് സാധിക്കാതെ വരികയോ ചെയ്യുമ്പോൾ അവരുടെ എക്സ്ചേഞ്ചിലെ വിഡ്രോവലും ഡെപ്പോസിറ്റും എല്ലാം തന്നെ ക്ലോസ് ചെയ്യും. നമ്മുടെ വോൾഡ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് വോൾഡ് പൂട്ടിപ്പോയത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വാസറിക്സിന് വരികയാണ് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ CEO ആയിട്ടുള്ള നിശ്ചൽ ഷെട്ടി പല കാര്യങ്ങളും പറയും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആരെയും വിശ്വസിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. സോ അദ്ദേഹം എന്ത് തന്നെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മുടെ ഫണ്ട് സേഫ് ആക്കി വെക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ വാസറിക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് പൂട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രീതിയിൽ ഈ 2790 കോടി രൂപയുടെ മണി ലോണ്ടറിങ് അവർ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് പേ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർ വാസറിക്സിലെ ഡെപ്പോസിറ്റും വിഡ്രോവലും എല്ലാം തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് മുൻപേ തന്നെ, അത്തരത്തിലുള്ള ഒരു വേസ്റ്റ് കേസ് സിനാരിയോ ഉണ്ടാവുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഫണ്ട് സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. സോ വാസറിക്സ് ആയതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് നമ്മുടെ ഫണ്ട് മാറ്റാനായിട്ട് സാധിക്കുക ബൈനാൻസിലേക്ക് തന്നെയാണ്. വളരെ ചെറിയ ഫീയോട് കൂടിയിട്ടാണ് നമുക്ക് ബൈനാൻസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം ബൈനാൻസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രീ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ ഫീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോയിൻസോ കാര്യങ്ങളോ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതെല്ലാം തന്നെ സെല്ല് ചെയ്ത് വാസറിക്സ് എന്ന് പറയുന്ന ടോക്കൺ ആക്കാം, WRX ടോക്കൺ ആക്കാം. ആ WRX ടോക്കൺ നിങ്ങൾക്ക് ബൈനാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അവിടെ വെറും ഒരു WRXൻ്റെ ഫീ മാത്രമേ വരുന്നുള്ളൂ, ചെറിയൊരു ഫീ മാത്രമേ വരുന്നുള്ളൂ. സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വാസറിക്സിലുള്ള ഫണ്ട് മുഴുവനും ബൈനാൻസിലേക്ക് മാറ്റാനായിട്ട് പറ്റും. ബൈനാൻസിന് എന്തായാലും ഇതുപോലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരും എന്നുള്ള കാര്യത്തിൽ പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ, വാസറിക്സ് എന്നല്ല ഏതൊരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ആയാലും അവിടെ ഫണ്ട് തൽക്കാലത്തേക്ക് വെക്കാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതും ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരികിട എക്സ്ചേഞ്ചുകളിൽ പോയിട്ട് ചാടാതിരിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ബൈനാൻസ് പോലുള്ള അല്ലെങ്കിൽ ബൈബിറ്റ് പോലുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വോളിയം ട്രേഡിംഗ് നടക്കുന്ന ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ മാത്രം നിങ്ങളുടെ ഫണ്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വാസറിക്സിൽ നിന്നും ബൈനാൻസിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയില്ല.
നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ഫണ്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ എല്ലാവരും തന്നെ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.